കോഴിക്കോട്ടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് സർക്കാർ തീരുമാനിച്ച സ്ഥലത്ത് 14 ദിവസം താമസിച്ചിട്ട് നമ്മൾ വന്ന കാലം കോവിഡിന്റെ കാലം, ക്വാറന്റൈന്റെ കാലം, അടച്ചുപൂട്ടലിന്റെ കാലം, ഒറ്റപ്പെട്ട കാലം, നിശ്ചലമായ ഒരു കാലം, നിശബ്ദമായ ഒരു കാലം. ആ കാലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ശബരിമലയില്ല, അവിടെ നവോത്ഥാനമില്ല. 5 വർഷക്കാലം ഈ ഗവൺമെന്റ് കേരളത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ, അതിന് മറുപടി വാങ്ങാൻ, ഈ ഗവൺമെന്റിനെ വിചാരണ ചെയ്യാൻ ഒരു പൊതുവേദിയില്ല. ഉള്ളിടത്ത് 100 ആളെ കൂടാൻ പറ്റൂ എന്നാണ്. രാഷ്ട്രീയ സംവാദങ്ങളാകെ മരവിച്ചു നിന്ന കാലത്ത് 2021 കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ, കേരളത്തിന് മുൻപിൽ ഒറ്റ വിഷ്വലേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്ന പിണറായി വിജയൻ. രണ്ടാമത്തേതോ പട്ടിണിയുടെ, പറുദാരിദ്ര്യത്തിന്റെ, അറുതിയുടെ ആ കാലത്ത് ഇവര് കൊടുത്ത ഒരു കിറ്റ്, അവിടെ ഒരു നരേഷൻ ഉണ്ടാക്കി. 2ാം വട്ടവും അധികാരം പിടിച്ചു. ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്. ഇനി ഈ ഗവൺമെന്റിന്റെ കാലത്തേക്ക് വന്നാലോ, ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇവര് നേരിടുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് ചുരുക്കി ഞാൻ പറയാ, കോഴിക്കോട് നഗരം സാക്ഷ്യം വഹിച്ച ചില സെമിനാറുകളുണ്ട്. യൂണിഫോം സിവിൽ കോഡിന്റെ പേരിൽ, ഫലസ്തീന്റെ പേരിൽ ഈ രാജ്യത്ത് പൗരത്വ നിയമം നടപ്പാക്കി രാജ്യത്ത് വീണ്ടും 3ാം വട്ടം മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു ഭയം, ആ ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യം ഭരിക്കുന്നവർ ആവർത്തിച്ച് ആഴ്ചക്കാഴ്ചക്ക് എടുത്തു പ്രയോഗിച്ച അജണ്ടകൾ അതിനെ ഉപയോഗപ്പെടുത്തണം. അതിന് സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ട് പറഞ്ഞു, ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയുണ്ടാകാൻ ഇവിടെ CPM വേണം, RSSനെ പ്രതിരോധിക്കാൻ ഇവിടെ CPM വേണം. അതുകൊണ്ട് എന്ത് വേണം? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ആ പരസ്യത്തിൽ കേരളത്തിലെ CPM, ഇവിടുത്തെ LDF പച്ചക്ക് പറഞ്ഞു, ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ 2ാം കിട പൗരന്മാരായി പോകും എന്ന് താക്കീത് കൊടുത്തു.